പാലക്കയം തട്ട് ടൂറിസം ട്രയാങ്കിൾ പ്രൊജക്ട് നടത്തിപ്പിലെ അഴിമതി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. വിജിലൻസ് കേസ് റദ്ദാക്കാനാവില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. 46 ലക്ഷത്തിലധികം തിരിമറി നടത്തിയെന്നാണ് വിജിലൻസ് കേസ്. കണ്ണൂർ DTPC സെക്രട്ടറിയായിരുന്ന സജി വർഗീസ് ഉൾപ്പെടെ 3 പ്രതികളാണ് വിചാരണ നേരിടേണ്ടത്. പാലക്കയം തട്ട് ടൂറിസം ട്രയാങ്കിൾ പ്രൊജക്ടിന് സർക്കാർ അനുവദിച്ച 1 കോടി രൂപയിൽ 46,34,622 രൂപയുടെ അഴിമതി നടന്നതായ വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ കേസ് റദ്ദാക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ബദ്രുദ്ദീൻ ഉത്തരവിൽ വ്യക്തമാക്കി. DTPC സെക്രട്ടറിയായിരുന്ന സജി വർഗീസ്, ആർക്കിടെക്ട് വിജയകുമാർ, കരാർ കമ്പനിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന MK രാധാകൃഷ്ണൻ നായർ എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികൾക്കെതിരെ വിജിലൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ഈ കുറ്റപത്രം റദ്ദാക്കാൻ തക്ക കാരണങ്ങളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. സർക്കാർ അനുമതിയില്ലാതെ സോളാർ ലൈറ്റുകളും ബെഞ്ചുകളും വിലയിൽ കൃത്രിമം കാട്ടി സ്ഥാപിച്ചത് അടക്കമുള്ള പരാതികളാണ് പ്രതികൾക്കെതിരെ ഉണ്ടായിരുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ അനർട്ട് 14,875 രൂപയ്ക്ക് നൽകിവരുന്ന സോളാർ LED ലൈറ്റുകൾ 1,10,000 രൂപയ്ക്ക് സ്വകാര്യ കമ്പനിയിൽ നിന്ന് വാങ്ങിയതിൽ മാത്രം 24,89,025 രൂപയുടെ അഴിമതി നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. വിജിലൻസ് അന്വേഷണത്തിലും ഇക്കാര്യം കണ്ടെത്തി. കുറ്റപത്രവും നൽകി. സർക്കാർ നിബന്ധനകൾക്ക് വിധേയമായാണ് കരാർ എന്ന പ്രതികളുടെ വാദം കോടതി തള്ളി. വിജിലൻസിനു വേണ്ടി സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ A. രാജേഷ്, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ S. രേഖ എന്നിവർ കോടതിയിൽ ഹാജരായി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.